ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആണ്. ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയറും ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആണുള്ളത്. അതുപോലെ സെമി കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്. അപ്പം എന്താണ് കൺട്രോൾഡ് റെക്ടിഫയർ? അതിൻ്റെ റെക്ടിഫയർ നമുക്ക് ഓൾറെഡി അറിയാം. എ സി വോൾട്ടേജിനെ ഡി സി ആക്കി മാറ്റുന്ന ഡിവൈസസിനെയാണ് നമ്മൾ റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾഡ് റെക്ടിഫയർ എന്തായിരിക്കും? അപ്പോൾ ആ നമ്മുടെ എ സിനെ ഡി സി ആക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മളതിൻ്റെ അതിൻ്റെ വാല്യൂ ആവറേജ് വാല്യൂ കൺട്രോൾ ചെയ്യും, അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമ്മുടെ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി തൈറിസ്റ്റർ എന്താണെന്ന് പഠിച്ചു, തൈറിസ്റ്ററിൻ്റെ വർക്കിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പം എന്താണ് ഫയറിംഗ് ആംഗിൾ? എന്താണ് ഫയറിംഗ്? നമ്മൾ ഫയറിംഗ് സർക്യൂട്ട് പഠിച്ചു. അപ്പോൾ ഫയറിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു SCR ഓണാകാൻ എടുക്കുന്ന ടൈം ഡിലേ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈം ഡിലേക്ക് ശേഷമാണ് SCR ഓൺ ആവുന്നതെങ്കിൽ ആ ടൈം ഡിലേ ആണ് നമ്മൾ ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. അങ്ങനെ ടേൺ ഓൺ ഡിലേ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സിഗ്നലിൻ്റെ ആവറേജ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എ സിനെ ഡി സി ആക്കിക്കൊണ്ട് ആ ഡി സിയുടെ വോൾട്ടേജ് അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. ദ ഫയറിംഗ് ആംഗിൾ മേ ബി ഡിഫൈൻഡ് ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസ്റ്റന്റ് തൈറസ്റ്റർ വുഡ് കണ്ടക്ട് ഇഫ് ഇറ്റ് വെർ എ ഡയോഡ് ആൻഡ് ദി ഇൻസ്റ്റന്റ് ഇറ്റ് ഈസ് ട്രിഗേർഡ്. ഓക്കെ, അപ്പോൾ ഫയറിംഗ് ആംഗിൾ എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് വേവ് ഫോം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് SCR ടേൺ ഓൺ ആവുന്ന ആംഗിൾ ഡിലേനെയാണ് ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് മെയിനായിട്ട് നമുക്ക് കൺട്രോൾഡ് റെക്ടിഫയേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയർ, അതുപോലെ സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ, അതുപോലെ സെമി കൺവേർട്ടർ. അതിൽ തന്നെ സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സിൽ തന്നെ നമുക്ക് മെയിനായിട്ട് സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് RL വിത്ത് RL ലോഡ് ആൻഡ് ഫ്രീ വീലിംഗ് ഡയോഡ്, അതുപോലെ RLE ലോഡ് വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ്. ഇത്രയും കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഓരോ കണ്ടീഷൻസിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസും എക്സാമിന് ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തിയറി നിങ്ങൾ വായിച്ച് നോക്കുക. കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി സിംഗിൾ ഫേസ് ഫുൾ കൺട്രോളിലും ഇതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സിംഗിൾ ഫേസ് സെമി കൺവെർട്ടർ. ഓക്കെ, ഇനി നമുക്ക് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RL ലോഡ്. അപ്പോൾ ആദ്യം വേവ് ഫോംസ് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാം. സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RS ലോഡ്. എന്താണ് ഹാഫ് വേവ് സർക്യൂട്ട്? ഇതാണ് നമ്മുടെ ഇൻപുട്ട്, അതായത് ഇൻപുട്ട് നമ്മുടെ സൈൻ വേവ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ സൈൻ വേവ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു തൈറിസ്റ്റർ T മാത്രമേ ഉള്ളൂ. അപ്പം തൈറിസ്റ്റർ നമ്മൾ ഡയോഡ് ആയിക്കോട്ടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ കണ്ടക്ട് ചെയ്യൂ അല്ലേ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ കണ്ടക്ട് ചെയ്യൂ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് കിട്ടുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് ഈ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമായിരിക്കും ഈ തൈറിസ്റ്റർ ഫോർവേഡ് ബയാസ് ആവുകയും കണ്ടക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം ഔട്ട്പുട്ട് കിട്ടും. അതിനാണ് എന്ത് പറയുന്നത്? സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട്. ഓക്കെ, ഹാഫ് വേവ് സർക്യൂട്ട് ക്ലിയർ അല്ലേ? ഇനി നോക്കാം, നമ്മൾ പറഞ്ഞു സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് R ലോഡ്. സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് R ലോഡ്.
അപ്പം നോർമലി ഇവിടെ ഒരു ഡയോഡാണ് വെച്ചിരിക്കുന്നതെങ്കിൽ വേവ് ഫോം എന്ത് വരും? എന്തായിരിക്കും വേവ് ഫോം ഉണ്ടാവുക? നമുക്കിവിടെ വരക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും അല്ലേ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം ഇങ്ങനെയായിരിക്കും വേവ് ഫോം ഉണ്ടാവുക. ബട്ട് ഇവിടെ നമ്മുടെ തൈറിസ്റ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വേവ് ഫോം എങ്ങനെയാണുള്ളത് അല്ലേ? ഈ ഈ ഒരു ഗ്രാഫ് കാണുന്ന പോലെയാണ് ഫിഗർ ഉള്ളത്. അതായത് ഒരു പെർട്ടിക്കുലർ ആംഗിൾ കഴിഞ്ഞിട്ടാണ്, അതായത് ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ SCR ഓൺ ചെയ്യുന്നത് അല്ലേ? SCR ഓൺ ചെയ്യുന്നത്. അപ്പം ആ ടേൺ ഓൺ ഡിലേനെയാണ് നമ്മൾ പറയുന്നത് ഫയറിംഗ് ആംഗിൾ. അതായത് ഇവിടെ ഒരു പെർട്ടിക്കുലർ ഫയറിംഗ് ആംഗിളിന് ശേഷമാണ് നമ്മൾ SCR ഓൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ നോർമൽ കേസിലുള്ള ആവറേജ് വോൾട്ടേജിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്. ഓക്കെ, ഇനി നമ്മൾ ഫയറിംഗ് ആംഗിൾ വെരി ഹൈ ആയിരിക്കും. ഇവിടെയാണ് ഫയറിംഗ് ആംഗിൾ, ഇത്രയും ഫയറിംഗ് ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഫ്രം ഹിയർ ടു ഹിയർ ആ ഫയറിംഗ് ആംഗിൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രൊപ്പോർഷണലായിട്ട് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് ആർ ലോഡ്. ഇനി വരച്ചിരിക്കുന്ന വേവ് ഫോംസ് നോക്കുക. ഇതാണ് ഇൻപുട്ട് വോൾട്ടേജ്. നമ്മൾ പൾസ് കൊടുക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം പൾസ് കൊടുക്കുമ്പോൾ SCR ഓണായി. SCR ഓണായി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഓണായി കഴിഞ്ഞാൽ കിട്ടുന്ന വോൾട്ടേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി ഓണാകുന്നത് വരെ, അതായത് SCR ഓണാകുന്നത് വരെ SCRന് അക്രോസ്, അതായത് SCRൻ്റെ എവിടെയും നമ്മളൊരു ഒരു മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് കിട്ടും. അതായത് SCRന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് കിട്ടും. അതിനാണ് എന്ത് പറയുന്നത്? VT, അതായത് തൈറിസ്റ്ററിൻ്റെ വോൾട്ടേജ്. അത് SCR ഓൺ ആകുന്നത് വരെ, ഓൺ ആയിക്കഴിഞ്ഞാൽ വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പോൾ ഓൺ ആകുന്നത് വരെ കിട്ടുന്ന ഈ വോൾട്ടേജ്, അതായത് റിവേഴ്സ് ബയസ്ഡ് ആയ സമയത്തും അതിന് അക്രോസ് വോൾട്ടേജ് ഉണ്ടാകും. കാരണം റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ SCR ഓൺ അല്ല, അതുകൊണ്ടാണ് റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ ഇങ്ങനൊരു വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ SCR ഓഫ് ആയിരിക്കുന്ന സമയത്ത് SCRന് അക്രോസുള്ള വോൾട്ടേജാണ് VT. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി ഫയറിംഗ് ആംഗിൾ നമുക്ക് ഇൻക്രീസ് ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങനെ മാത്രം വരും. ഓക്കെ, ഫയറിംഗ് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും വേവ് ഫോംസ് ഉണ്ടാവുക. ഓക്കെ, ഇനി കറണ്ട് വേവ് ഫോം എന്തായിരിക്കും? വോൾട്ടേജ് ഈ V0 ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ് എത്രയാണോ R, അത് ആയിരിക്കും കറണ്ട് വേവ് ഫോം. ഓക്കെ, സെയിം തന്നെ. എപ്പോഴാണോ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴാണോ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് ആർ ലോഡ്. ഓക്കെ, റെസിസ്റ്റീവ് ലോഡ്. അപ്പോൾ ഇതിൽ 3-4 വേവ് ഫോംസും പഠിക്കാം, സർക്യൂട്ടും പഠിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ദ സോഴ്സ് വോൾട്ടേജ് VS = VM sin ωt. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഒരു സൈൻ വോൾട്ടേജ് ആണ്, അതാണ് VM sin ωt. And SCR can conduct only when the anode voltage is positive and the gate signal is applied. ഇപ്പോൾ ആനോഡ് വോൾട്ടേജ് പോസിറ്റീവ് ആവണം, ഗേറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് SCR ഓൺ ആവുന്നത്, പറഞ്ഞ കാര്യങ്ങളാണ്. അറ്റ് സം ഡിലേ ആംഗിൾ ആൽഫ ദ പോസിറ്റീവ് ഗേറ്റ് സിഗ്നൽ അപ്ലൈഡ് ബിറ്റ്വീൻ ദി ഗേറ്റ് ആൻഡ് കാഥോഡ് ടേൺസ് ഓൺ ദി SCR. അതായത് ഒരു പെർട്ടിക്കുലർ ഡിലേ ആംഗിളിന് ശേഷം SCR ഓൺ ആക്കുന്നു. Immediately full supply voltage is applied across the load. At the instant of angle alpha, V0 rises from 0 to VM sin ωt. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിളിന് ശേഷം എന്ത് ചെയ്തു, ഒരു ആൽഫ ആംഗിളിന് ശേഷം 0 ഡയറക്റ്റ് VM sin ωt എന്നുള്ളൊരു മാഗ്നിറ്റ്യൂഡിലേക്ക് വോൾട്ടേജ് റൈസ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എപ്പോഴാണ് ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം SCR ഓൺ ആവും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ SCR ഓഫ് ആവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് എല്ലാം വായിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഈ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വേവ് ഫോം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ പെർട്ടിക്കുലർ ആംഗിളിന് ശേഷം വീണ്ടും വേവ് ഫോം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് ആർ ലോഡ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു വേവ് ഫോമിൻ്റെ, അതായത് നമ്മുടെ ആവറേജ് വോൾട്ടേജിൻ്റെ ഈ V0ൻ്റെ വേവ് ഫോം ഇല്ലേ, അപ്പോൾ ഈ വേവ് ഫോമിൽ നിന്ന് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ,
അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് ആർ ലോഡ്, ഇറ്റ് മേ ബി ഒബ്സർവ്ഡ് ദാറ്റ് വി എസ് ഈസ് ഈക്വൽ ടു V0 പ്ലസ് VT. വി എസ് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് വി എസ്. ഇവിടെയുള്ള വോൾട്ടേജ് പറയുന്നത് VT, തൈറസ്റ്ററിന് അക്രോസ് വരുന്ന ഡ്രോപ്പ് പ്ലസ് ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ്, അല്ലെങ്കിൽ VO എന്താണോ ലോഡ് വോൾട്ടേജ് പ്ലസ് VT ആയിരിക്കും വി എസ്, അല്ലേ? വി എസ് ഈസ് ഈക്വൽ ടു V0 പ്ലസ് VT. As the thyristor is reverse biased for pi radians, circuit turn off time Tc is equal to pi by omega, where omega is equal to 2 pi f and f is the supply frequency. ഇനി നോക്കാം, ആവറേജ് വോൾട്ടേജ് അക്രോസ് ദി ലോഡ് ഈസ് ഗിവൺ ബൈ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആവറേജ് വോൾട്ടേജ് അക്രോസ് ദി ലോഡ് റെസിസ്റ്റർ R is equal to VO. അപ്പം ആവറേജ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ വേവ് ഫോം എങ്ങനെയാണുള്ളത്? ഇവിടെ നിന്ന് ആൽഫ ഫേസ് ഷിഫ്റ്റിന് തുടങ്ങി ഇവിടെ വരെ പൈ വരെയാണുള്ളത്, അല്ലേ? പൈ വരെയുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത പൈ ടു 2 പൈ എന്താണ്? റിവേഴ്സ് ബയസ്ഡാണ്, കണ്ടക്ഷൻ ഇല്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പൈ പ്ലസ് ആൽഫ എന്നാണ്, പൈ പ്ലസ് ആൽഫ എന്നുള്ള ഗ്യാപ്പ് എന്നാണ് അടുത്ത സൈക്കിൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരിക, അതായത് ഒരു പോസിറ്റീവും നെഗറ്റീവും. ഇപ്പം നെഗറ്റീവിൽ നമുക്ക് ഔട്ട്പുട്ട് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പോസിറ്റീവിൽ മാത്രമുള്ള കേസ് കൺസിഡർ ചെയ്താൽ മതി. അപ്പം ഓക്കെ, അപ്പോൾ പോസിറ്റീവിൽ മാത്രമുള്ള കേസ് കൺസിഡർ ചെയ്താൽ മതി. 0 ആൽഫ ടു പൈ വരെയുള്ള ഈ വോൾട്ടേജിൻ്റെ എന്ത് ചെയ്യുക? ആവറേജ് വോൾട്ടേജ് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ആവറേജ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ? V0 is equal to 1/2 പൈ. അതായത് ഈ ഒരു എ സിയുടെ ടൈം പീരീഡ്, അതായത് ഇത് പൈ, അപ്പോൾ ഇത് മൊത്തം നെഗറ്റീവ് അടക്കം എന്ത് വരെയുണ്ട്? 2 പൈ വരെയാണ് അതിൻ്റെ ടൈം പീരീഡ്. ദെർഫോർ 1/T, അല്ലെങ്കിൽ ടിക്ക് പകരം 2 പൈ, ടൈം പീരീഡ് 2 പൈ ആയതുകൊണ്ട്. പിന്നെ ഇൻ്റഗ്രൽ എവിടെ നിന്നിട്ട് എവിടെ വരിക? ആൽഫ മുതൽ പൈ വരെ, ആൽഫ ടു പൈ സൈൻ വേവ് അല്ലേ? അപ്പോൾ സൈൻ വേവിൻ്റെ ജനറൽ ഫോർമുല VM സൈൻ ഒമേഗ ടി, അല്ലേ? VM സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് എഴുതിയാൽ പോരാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. അപ്പം എന്നിട്ട് VM/2 പൈ, പിന്നെ ഇൻ്റഗ്രൽ ആൽഫ ടു പൈ സൈൻ ഒമേഗ ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? കോസ് ഒമേഗ ടി, അല്ലേ? കോസ് ഒമേഗ ടി, സൈൻ ഒമേഗ ടീൻ്റെ ഇൻ്റഗ്രൽ കോസ് ഒമേഗ ടി. അപ്പം കോസ് ഒമേഗ ടി കിട്ടും. ഇനി കോസ് ഒമേഗ ടിക്ക് നമ്മൾ എന്ത് ചെയ്തു? ആൽഫയും പൈയും കൊടുത്തു കഴിഞ്ഞാൽ കോസ് പൈ എന്താണ്? കോസ് പൈ മൈനസ് കോസ് ആൽഫ. അപ്പം കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പം സൈനിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു മൈനസ് ഉണ്ട്. അപ്പം മൈനസും കൂടി പോയിട്ട് എന്ത് കിട്ടും? 1 പ്ലസ് കോസ് ആൽഫ എന്ന് കിട്ടും. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാം. അതായത് സൈൻ ഒമേഗാട്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗാട്ടി കിട്ടും, മൈനസ് കോസ് ഒമേഗാട്ടി കിട്ടും. കോസ് ഒമേഗാട്ടിക്ക് നമ്മൾ ആൽഫ പൈ എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്, കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ എന്ന് എഴുതി. അപ്പം ആ മൈനസ് പുറത്തെടുത്തിട്ടാണ് ഇങ്ങനെ കിട്ടിയത്. ഓക്കെ, ഇനി ദ മാക്സിമം വാല്യൂ ഓഫ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് 15 minutes. മാക്സിമം വാല്യൂ ഓഫ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കേഴ്സ് അറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആൽഫ 0, കാരണം എപ്പോഴാണ് മാക്സിമം ആവറേജ് വാല്യൂ കിട്ടുക? ഇങ്ങനെയുള്ളതിൽ ഇതാണോ അതോ ഇതാണോ കൂടുതൽ ആ വോൾട്ടേജ് ഉണ്ടാവുക? ഇതിലാണ്, കാരണം ഇത്ര പോലെ പോർഷൻസ് ഇവിടെ ഇല്ല. അത്ര പോലെ ടൈമിൽ 0 വോൾട്ടേജാണ് അവിടെ വരുന്നത്. അപ്പം ആൽഫ ഇസ് ഈക്വൽ ടു 0, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആകുമ്പോഴാണ് മാക്സിമം വോൾട്ടേജ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ദ മാക്സിമം വാല്യൂ ഓഫ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കേഴ്സ് അറ്റ് ആൽഫ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആൽഫ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ VM/2 പൈ, അല്ലേ?
കോസ് ആൽഫ ഈക്വൽ ടു 0 ആയ കോസ് 0 1 ആണ്. അപ്പോൾ 1 + 1 2 ആണ്. 2 2 കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ Vm/π എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് ആർ ലോഡ്. അപ്പോൾ നിങ്ങൾ സർക്യൂട്ട് ഫിഗർ വരക്കാൻ പഠിക്കുക, സർക്യൂട്ട് വരക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ഈ 4 വേവ് ഫോംസ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഈ വിയോൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് ആർ ലോഡിൽ വേണ്ടത്. ഇനി മാക്സിമം വാല്യൂ VOMൻ്റെ ഇക്വേഷൻ Vm/πയും, അതുപോലെ V0 ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് V0/2 × 1 + cos ആൽഫ. ഓക്കെ, ഇനി എന്താണ് ആവറേജ് ലോഡ് കറണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ VO കിട്ടിക്കഴിഞ്ഞാൽ Vm/1 + cos ആൽഫ കിട്ടിയില്ലേ. അപ്പം വോൾട്ടേജ് അത് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും, അത് ഡിവൈഡ് ബൈ റെസിസ്റ്റർ. ഇതിപ്പോൾ VO/R, V1/2πR × 1 + cos ആൽഫ അത് നമുക്ക് എഴുതാം, കാരണം ഡിവൈഡ് ബൈ R അത്രേ ചെയ്യുന്നുള്ളൂ. ഇനി VO, അതായത് VO മാത്രം, ആവറേജ് വാല്യൂ മാത്രം പോരാ, VRMS കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ക്വസ്റ്റ്യൻ എന്താ ഉണ്ടാവുക, ഫൈൻഡ് ദി RMS ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് ആർ ലോഡ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പം VOൻ്റെ ഇക്വേഷൻ പഠിക്കണം. അടുത്ത VRMS എങ്ങനെയാണ് കണ്ടുപിടിക്കുക? VRMS ഈസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷനാണ് 1/ടൈം പീരീഡ് 1/T × ഇൻ്റഗ്രൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഹോൾ √2 ചെയ്യാം. ഇതാണ് RMSൻ്റെ ഇക്വേഷൻ. ഓക്കെ, അതായത് VRMS ഈസ് ഈക്വൽ ടു 1/2π ആൽഫ ടു പൈ Vm² sin² ωt dωt ഹോൾ റേസ് ടു 1/2, അതായത് മൊത്തം √2 1/2π ആൽഫ ടു പൈ Vm² sin² ωt. അതായത് ഇവിടെ രണ്ടും സ്ക്വയർ വന്നു. ഓക്കെ, ഇനി ഇതിന് എന്ത് ചെയ്യുക, Vm², ഇതിനെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ Vm²/2π എന്നുള്ളത് √2 അല്ലേ, √2π വരും. Vm² റൂട്ടിൻ്റെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ റൂട്ട് പോയി അല്ല, Vm/√π അല്ലേ, Vm/√2π എടുക്കുക. Vm/√2π എടുത്തിട്ട് എന്ത് ചെയ്യും, Vm² sin² ωt എന്നുള്ള, ഇനി sin² ωt ഉണ്ട്, ആ sin² ωtനെ ഇൻ്റഗ്രൽ ആൽഫ ടു പൈ റൂട്ട് ഉണ്ട് കേട്ടോ, sin² ωt എന്ന് വരും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ആൽഫ ടു പൈ sin² ωtനെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പം എങ്ങനെയാണ് sin² ωtനെ 1 - cos 2ωt/2 എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, sin² ωt = 1 - cos 2ωt/2. അപ്പോൾ അത് കൊടുത്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, Vm/2√2 π × π - ആൽഫ പ്ലസ് ഇത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് എഴുതി അയച്ചു തരണം ഈ ഇക്വേഷൻ. ഓക്കെ, ഇത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ചെയ്തുതരാം. VRMS ഈ ഒരു ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇതിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതാത്തത്. ഓക്കെ, ഇങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു. sin² ωtനെ 1 - cos 2ωt/2 എന്ന് എടുത്താൽ മതി. ഓക്കെ, 1 - cos 2ωt/2 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് കിട്ടും. ഉടനെ ഡെറിവേഷൻ ഞാൻ എഴുതി അയച്ചു തരാം. The value of RMS current is IRMS equal to V0/R. അപ്പോൾ VRMS കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ IRMS കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി പവർ ഡെലിവേർഡ് ടു ദി ലോഡ്, VRMSും IRMSും കിട്ടിക്കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പവർ കിട്ടി. അതുപോലെ ഇൻപുട്ട് വോൾട്ട് ആംപിയർ കിട്ടണമെങ്കിൽ VSും IRMSും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ട് ആംപിയേഴ്സ് കിട്ടി. അതുപോലെ ഇൻപുട്ട് പവർ ഫാക്ടർ, അപ്പോൾ പവർ ഫാക്ടർ ചിലപ്പം ചോദിക്കും, ഫൈൻഡ് ദ പവർ ഫാക്ടർ എന്നും കൂടി ചോദിക്കും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, VRMS ഡിവൈഡ് ബൈ VS, അതായത് നമ്മളെ പവർ ഡെലിവേർഡ് ടു ദി ലോഡ് VRMS × IRMS
ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ട് ആംപിയർ, അതായത് വി എസ് ഇൻറ്റു ഐ ആർ എം എസ്. അപ്പോൾ ഐ ആർ എം എസും ഐ ആർ എം എസും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ വി ആർ എം എസ് ബൈ വി എസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ വി ആർ എം എസും വി എസും അറിയെങ്കിൽ നമുക്ക് വി ആർ എം എസിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം, വി എസിൻ്റെ ഇക്വേഷനും അറിയാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ എം എസിൻ്റെ ഇക്വേഷനിലുള്ള പവർ ഫാക്ടർ 1/√2 പൈ മൈനസ് ആൽഫ പ്ലസ് 1/2 സൈൻ 2 ആൽഫ ഹോൾ റൈസ് ടു 1/2 ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇതാണ് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RL ലോഡാണ്. അപ്പോൾ ഇത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.